ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നവോത്ഥാന നായകരാണ്. ആദ്യം നമ്മൾ പഠിക്കുന്നു കെ ഗോപാലൻ. കെ ഗോപാലനെ കുറിച്ച് പറയുമ്പോൾ ഇദ്ദേഹം ജനിച്ചത് 1904 ഒക്ടോബർ 1-നാണ്. 1904 ഒക്ടോബർ 1-നാണ് നമ്മുടെ കെ ഗോപാലൻ ജനിച്ചത്. ഇദ്ദേഹം ജനിച്ച സ്ഥലം എവിടെയാണ്? കണ്ണൂരിലാണ്, മാവില എന്ന സ്ഥലത്താണ്. കണ്ണൂരിലാണ്, മാവില എന്ന സ്ഥലത്താണ് നമ്മുടെ കെ ഗോപാലൻ ജനിച്ചത്. ഇനി കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കെ ഗോപാലനെയാണ്. കേരളത്തിന്റെ സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരെയാണ്? കെ ഗോപാലനെയാണ്. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് കെ ഗോപാലനെയാണ്. ഇനി നമുക്ക് പഠിക്കേണ്ട ഒരു പോയിന്റ്, പാവങ്ങളുടെ പടത്തലവൻ എന്ന് അറിയപ്പെടുന്ന നേതാവാണ് കെ ജി. പാവങ്ങളുടെ പടത്തലവൻ. ഇനിയോ സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ്. സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ്, പാവങ്ങളുടെ പടത്തലവൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തോടനുബന്ധിച്ച് കണ്ണൂരിൽ നിന്ന് ക്ഷേത്ര ജാഥ നടത്തിയത് നമ്മുടെ കെ ഗോപാലനാണ്. അപ്പൊ കണ്ണൂരിൽ നിന്ന് ക്ഷേത്ര ജാഥ നടത്തിയത് ആരാണ്? കെ ഗോപാലനാണ്. കെ ഗോപാലനാണ്. ഇനി കോഴിക്കോട് നിന്ന് തിരുവിതാംകൂറിലേക്ക് മലബാർ ജാഥ നയിച്ചതും കെ ഗോപാലനാണ്. അപ്പൊ കോഴിക്കോട് നിന്ന് മലബാറിലേക്ക്, തിരുവിതാംകൂറിൽ നിന്ന് മലബാർ, കോഴിക്കോട് നിന്ന് തിരുവിതാംകൂറിലേക്ക് ഈ ഒരു മലബാർ ജാഥ എന്നറിയപ്പെടുന്നു. ഈ ജാഥ നടത്തിയത് ആരാണ്? നമ്മുടെ കെ ഗോപാലനാണ്. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞു കെ ഗോപാലൻ പാവങ്ങളുടെ പടത്തലവനാണ്. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തോടനുബന്ധിച്ച് കണ്ണൂരിൽ നിന്ന് ക്ഷേത്ര സത്യാഗ്രഹ ജാഥ നടത്തി. ഇനി കോഴിക്കോട് നിന്ന് തിരുവിതാംകൂറിലേക്ക് ജാഥ നടത്തി. ഇനി കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് കാൽനട ജാഥ നയിച്ചതും ആര് തന്നെയാണ്? കെ ഗോപാലനാണ്. 1960-ലാണ് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്കാണ് കാൽനട ജാഥ നയിച്ചത്. അപ്പൊ 2-3 ജാഥകൾ പറഞ്ഞു. ഇനി നമുക്ക് ഇദ്ദേഹം നടത്തിയ മറ്റൊരു ജാഥ കൂടി പഠിക്കണം. 1936-ൽ പട്ടിണി ജാഥയ്ക്ക് നേതൃത്വം കൊടുത്തത് ആരാണ്? നമ്മുടെ കെ ഗോപാലനാണ്. 1936-ല് പട്ടിണി ജാഥയ്ക്ക് നേതൃത്വം കൊടുത്തത് കെ ഗോപാലനാണ്. എവിടെ നിന്ന് എങ്ങോട്ടാണ്? കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്കായിരുന്നു പട്ടിണി ജാഥ നയിച്ചത്. കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്കാണ് പട്ടിണി ജാഥ നയിച്ചത്. അപ്പോ ഈ കണ്ണൂരിൽ നിന്ന് കാൽനടയായി ചെന്നൈ വരെ എത്തി. 32 പേരുണ്ടായിരുന്നു കെ ഗോപാലൻ നയിച്ച പട്ടിണി ജാഥയില്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ 32 പേരാണ് കണ്ണൂരിൽ നിന്ന് ചെന്നൈ വരെ പോയത്. അപ്പോ കെ ഗോപാലൻ 1904 ഒക്ടോബർ 1-ന് ജനിച്ചു. കെ ഗോപാലൻ ജനിച്ച സ്ഥലം കണ്ണൂരിലാണ്, മാവില. കേരള സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവാണ്. പാവങ്ങളുടെ പടത്തലവനാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തോടനുബന്ധിച്ച് കണ്ണൂരിൽ നിന്ന് ക്ഷേത്ര സത്യാഗ്രഹ ജാഥ നടത്തിയത് കെ ഗോപാലനാണ്. കോഴിക്കോട് നിന്ന് തിരുവിതാംകൂറിലേക്ക് മലബാർ ജാഥ നയിച്ചത് കെ ഗോപാലനാണ്. 1960 കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ കാൽനട ജാഥ നയിച്ചത് കെ ജി ആണ്. കാൽനട ജാഥ നയിച്ചു. 1936-ല് പട്ടിണി ജാഥ നയിച്ചു. നമ്മുടെ കണ്ണൂരിൽ നിന്ന് അങ്ങ് മദ്രാസിലേക്ക്, ചെന്നൈ വരെയാണ് പോയത്. 32 പേരാണ് ഇദ്ദേഹത്തെ അനുഗമിച്ചത്. കെ ഗോപാലന്റെ ആത്മകഥ PSCയുടെ ഫേവറേറ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്റെ ജീവിതകഥ. എന്റെ ജീവിതകഥ. ഇനി നമ്മുടെ ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകനാണ്. ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകനാണ്. ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകൻ കെ ജി. ആദ്യ ഇന്ത്യൻ കോഫി ഹൗസ് സ്ഥാപിച്ചത് തൃശ്ശൂരിലാണ്. ആദ്യത്തെ ഒരു കോഫി ഹൗസ് സ്ഥാപിച്ചത് എവിടെയാണ്? തൃശ്ശൂരിലാണ്. 1958-ല് തൃശ്ശൂരിലാണ് കേരളത്തില് കോഫി ഹൗസ് സ്ഥാപിച്ചത്. ന്യൂഡൽഹിയിലാണ് ഫസ്റ്റ് കോഫി ഹൗസ് വരുന്നത്. നമ്മുടെ കേരളത്തിന്റെ കോഫി ഹൗസ് സ്ഥാപകനാണ് കെ ഗോപാലൻ. കെ ജി ഇന്ത്യൻ കോഫി ഹൗസ് ആദ്യം സ്ഥാപിക്കുന്നത് തൃശ്ശൂരിലാണ് 1958. അപ്പൊ കെ ഗോപാലൻ
ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ ആദരിക്കപ്പെട്ടു. 1990 ഇന്ത്യൻ തപാൽ സ്റ്റാമ്പില് AKGയെ ആദരിച്ചത്. 1990. ഇനി AKG INCയിൽ അംഗമായത് എന്നാണ്? 1927. അപ്പോ AKG എന്ന് പറയുന്നത് ആയില്യത്ത് കുറ്റ്യാരി ഗോപാലൻ നമ്പ്യാർ AK ഗോപാലൻ കണ്ണൂരില് ചിറക്കൽ താലൂക്കിൽ ജനിച്ച വ്യക്തിയാണ്. ഇന്ത്യൻ തൊഴിലാളി വർഗത്തിന്റെ അനിഷേധ്യ നേതാവും പാർലമെന്റേറിയനുമാണ്. 7 വർഷം അധ്യാപകനായിരുന്നു. അപ്പൊ AKG 1927 എന്ത് ചെയ്യുന്നത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനാകുന്നത്. പിന്നീട് ഇദ്ദേഹം 1930 ആയപ്പോഴത്തേക്ക് തന്റെ അധ്യാപകൻ എന്ന ജോലിയൊക്കെ രാജിവെച്ചുകൊണ്ട് ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുകയും എന്നിട്ട് അറസ്റ്റ് വരിക്കുകയും ചെയ്തു. നിയമലംഘനം നടത്തുന്നു, അങ്ങനെ അറസ്റ്റ് വരിച്ചു. അപ്പോ ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു. 1930 ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു. പിന്നീട് ഇദ്ദേഹം പങ്കെടുത്ത മറ്റൊരു സത്യാഗ്രഹമാണ് ഗുരുവായൂർ സത്യാഗ്രഹം. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആയിരുന്നു. അപ്പൊ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിച്ചിരുന്ന AKG കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചപ്പോ അങ്ങോട്ട് പോയി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണത്തിൽ അങ്ങോട്ട് പോയി. അപ്പൊ മലബാറിൽ നിന്ന് മദ്രാശിയിലേക്ക് പട്ടിണി ജാഥ നയിച്ചതാരാണ്? AKG ആണ്. ഇനി ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങ് പിളർന്നപ്പോൾ CPMന്റെ ഏറ്റവും പ്രശസ്തനായ നേതാവ് ആരായിരുന്നു? AKG ആയിരുന്നു. AK ഗോപാലൻ CPMലേക്ക് പോയി. പോളിറ്റ് ബ്യൂറോ അംഗമായി. 16 വർഷത്തോളം ഇദ്ദേഹത്തിന് ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നു. പല കാരണം ഈ രാഷ്ട്രീയപരമായ കാരണങ്ങൾ, ജയിൽവാസം. ഇനി 1942 ഇദ്ദേഹം ജയിലിൽ ചാടി. പിന്നീട് 5 വർഷം ഒളിവിൽ കഴിഞ്ഞു. ഇനി AKG 52 മുതൽ 77 മരിക്കുന്നത് വരെയും പാർലമെന്റ് അംഗമായിരുന്നു. അപ്പൊ 42 ജയിലിൽ ചാടി, 16 വർഷം ജയിലിൽ കിടന്നു, 5 വർഷം ഒളിവില് താമസിച്ചു. 52 to 77 വരെയും ഇദ്ദേഹം എന്തായിരുന്നു? പാർലമെന്റ് അംഗമായിരുന്നു. അപ്പൊ ഇദ്ദേഹം അന്തരിച്ചത് 77. ഇനി നമുക്ക് ഇദ്ദേഹത്തെ കുറിച്ച് ഓർക്കുമ്പോൾ പറയേണ്ടത്, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കിയ സംഘാടകരിൽ തന്നെ പ്രമുഖനാണ്. തൊഴിലാളികളുടെ ഫേവറേറ്റ് പേഴ്സണാണ്. പ്രഗത്ഭനായ ഒരു പാർലമെന്റേറിയനാണ്. അപ്പൊ പാവങ്ങളുടെ പടത്തലവൻ എന്ന് അറിയപ്പെടുന്നു. അപ്പോ ഇദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ 1927 INCയിൽ അംഗമായി എന്ന് നമ്മൾ കണ്ടു. ഈ 27 വിദേശ വസ്ത്ര ബഹിഷ്കരണം, ഖാദി പ്രചരണം ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു. ഇപ്പൊ നിയമലംഘനത്തിന്റെ ഭാഗമായി വിദേശ വസ്തുക്കൾ ബഹിഷ്കരിച്ചു, ഖാദി പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചു. 1930 ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായി. 1931 ഗുരുവായൂർ സത്യാഗ്രഹ പ്രചാരണ ജാഥയുടെ ക്യാപ്റ്റനായിരുന്നു, വോളണ്ടിയർ ക്യാപ്റ്റനുമായിരുന്നു. ഇനി KPCCയുടെ സെക്രട്ടറി ആയിട്ടുണ്ട്. KPCCയുടെ സെക്രട്ടറിയായി 1934 തെരഞ്ഞെടുക്കപ്പെട്ടു. 34 കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിച്ചത്. അപ്പൊ അങ്ങോട്ടങ്ങ് പോയി കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി. ഇനി എന്തിനാണ് ഇദ്ദേഹം പട്ടിണി ജാഥ നടത്തിയത്? കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്ക് പട്ടിണി ജാഥ നടത്തി അല്ലെ 1936. ഇത് കർഷകരുടെ പ്രശ്നങ്ങൾ, തൊഴിലില്ലായ്മ, പട്ടിണി ഇവയൊക്കെ ജനശ്രദ്ധയിൽ കൊണ്ടുവന്ന് പരിഹാരമുണ്ടാക്കാൻ സർക്കാരിനെ പ്രേരിപ്പിക്കാനുമായിരുന്നു ഈ ജാഥ. കണ്ണൂരിൽ നിന്ന് കാൽനടയായി സഞ്ചരിച്ച് ഇവരങ്ങ് എവിടെ എത്തി? ചെന്നൈയിലെത്തി. 1936 കർഷകരുടെ പ്രശ്നങ്ങള്, തൊഴിലില്ലായ്മ, പട്ടിണി ഇതൊക്കെ ജനങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരണം. സർക്കാരിനും എന്ത് ചെയ്യണം? ഇതൊന്ന് മനസ്സിലാക്കണം. അപ്പൊ സർക്കാർ എന്തെങ്കിലുമൊക്കെ ഇടപെടണം. ഇതിനു വേണ്ടിയിട്ട് നടത്തിയതാണ്. ഇനി 1938 തിരുവിതാംകൂറിലെ സ്വാതന്ത്ര്യ സമരത്തെ സഹായിക്കാൻ അയച്ച മലബാർ ജാഥയുടെ ക്യാപ്റ്റനായിരുന്നു. മലബാർ ജാഥ കോഴിക്കോട് നിന്ന് തിരുവിതാംകൂറിലേക്ക് മലബാർ ജാഥ നടത്തി 1938.
ഇതിന്റെ നേതൃത്വം വഹിച്ചത് ഇതിന്റെ ക്യാപ്റ്റൻ AKG ആയിരുന്നു. ഇനി ആലപ്പുഴ ജില്ലയില് തൊഴിലാളി സമരത്തിലെ പ്രവർത്തനം, ഇതുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു ജാഥ നടന്നത്. ആലപ്പുഴയിലെ തൊഴിലാളി സമരത്തിലെ പ്രവർത്തനം. അങ്ങനെ 1944 കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരള കമ്മിറ്റിയുടെ സെക്രട്ടറിയായി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരള കമ്മിറ്റിയുടെ സെക്രട്ടറിയായി. ഇനി 35 തിരുവണ്ണൂർ കോട്ടൺ മിൽ സമരത്തിന് നേതൃത്വം കൊടുത്തു. കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റിലായ ആദ്യ വ്യക്തിയാണ്. കരുതൽ തടങ്കൽ എന്ന് വെച്ചാൽ ഇയാൾ ഇവിടെ ഉണ്ടെങ്കിൽ പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഒരു കരുതലിന് വേണ്ടി ഇങ്ങനെ അറസ്റ്റ് ചെയ്യുന്നു, അതാണ് സംഭവം, കരുതൽ തടങ്കൽ. ഇദ്ദേഹത്തിന്റെ ജീവിതത്തെ ആസ്പദമാക്കി ഒരു സിനിമ എടുത്തു, AKG അതിജീവനത്തിന്റെ കനൽ വഴികൾ. ഷാജിയൻ കരുണാണ് സംവിധായകൻ, ഷാജിയൻ കരുൺ. അപ്പോ കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റിലായി. തിരുവണ്ണൂർ കോട്ടൺ മിൽ സമരത്തിന് നേതൃത്വം കൊടുത്തു. AKGയുടെ സിനിമ AKG അതിജീവനത്തിന്റെ കനൽ വഴികൾ, ഇത് സംവിധാനം ചെയ്തത് ഷാജിയൻ കരുണാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആണ് എന്ന് നമ്മൾ പറഞ്ഞു. ക്ലിയർ ആണ്? അപ്പൊ ലോക്സഭയിലെ ആദ്യ പ്രതിപക്ഷ നേതാവ്, ലോക്സഭയിലെ ആദ്യത്തെ ഔദ്യോഗിക പ്രതിപക്ഷ നേതാവ് ആരാണ്? രാം സുഭഗ് സിംഗ് ആണ്. ഇത് ആദ്യത്തെ പ്രതിപക്ഷ നേതാവ്, ഔദ്യോഗികം രാം സുഭഗ് സിംഗ് ആണ്. ഇനി ഒരേ ഒരു മലയാളി മാത്രമേ ഇതുവരെ ലോക്സഭയിൽ ഔദ്യോഗിക പ്രതിപക്ഷ നേതാവായിട്ടുള്ളൂ, ക്യാബിനറ്റ് പദവിയൊക്കെ കിട്ടിയിട്ടുള്ളൂ, അത് CM സ്റ്റീഫൻ ആണ്. CM സ്റ്റീഫൻ ആദ്യ ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവായിരുന്നു AK ഗോപാലൻ. ഔദ്യോഗികമായിട്ടുള്ളത് രാം സുഭഗ് സിംഗ്, മലയാളിയായിട്ടുള്ളത് CM സ്റ്റീഫൻ ആണ്. ഇനി AKG സെന്റർ എവിടെയാണ്? തിരുവനന്തപുരത്താണ്. എന്നാൽ AKG ഭവനം അങ്ങ് ന്യൂഡൽഹിയാണ്. പുതിയ ഭവനം, ന്യൂഡൽഹി. പ്രതിമ അങ്ങ് കണ്ണൂരിലാണ്. പ്രതിമകൾ നമ്മൾ കാണാൻ ആഗ്രഹിക്കും അല്ലെ? നമ്മൾ റോഡിലൂടെ ഒക്കെ പോകുമ്പോൾ ആരുടെയെങ്കിലും പ്രതിമ കണ്ട് നമ്മളൊന്ന് കണ്ണുകൊണ്ട് നോക്കും. അപ്പൊ കണ്ണൂർ പ്രതിമ. ഇനി ഭവനം, പുതിയ ഭവനം, ന്യൂഡൽഹി. സെന്റർ, നമുക്ക് ഒത്തിരി സെന്ററുകൾ, ഇഷ്ടംപോലെ ഓഫീസുകൾ തിരുവനന്തപുരത്തുണ്ട്. സെന്റർ തിരുവനന്തപുരത്താണ്. നമ്മള് ട്രിവാൻഡ്രം സെൻട്രൽ എയർപോർട്ടിൽ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുമ്പോൾ പറയത്തില്ലേ, വെൽക്കം ടു ട്രിവാൻഡ്രം സെൻട്രൽ എന്ന്. അപ്പൊ ആ സെന്റർ തിരുവനന്തപുരം. ഇനി ഇദ്ദേഹത്തിന്റെ കൃതികൾ. ഞാനൊരു പുതിയ ലോകം കണ്ടു. എന്റെ പൂർവകാല സ്മരണകൾ, കൊടുങ്കാറ്റിന്റെ മാറ്റൊലി, മണ്ണിന് വേണ്ടി ഹരിജനം, എന്റെ ഡയറി. അപ്പൊ ഇദ്ദേഹം ഡയറി എഴുതുന്ന ഒരു വ്യക്തിയാണ്, സ്ഥിരമായി ഡയറി എഴുതും. അപ്പൊ ഡയറി എഴുതിയപ്പോ അദ്ദേഹം പുതിയതായിട്ടൊരു ലോകം കണ്ടു, ലോകത്തെ കുറിച്ച് എഴുതി, പൂർവകാല സ്മരണകളെ കുറിച്ച് എഴുതി. പിന്നെയോ സാഹിത്യപരമായി കൊടുങ്കാറ്റിന്റെ മാറ്റൊലിയെ കുറിച്ച് എഴുതി. അപ്പൊ മാറ്റൊലിയാണ്, കൊടുങ്കാറ്റിന്റെ മാറ്റൊലി. ഇപ്പൊ ജനങ്ങൾക്കൊക്കെയാണ് മാറ്റങ്ങൾ ഉണ്ടാകുന്നത് അല്ലെ? ജനങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാകുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? മണ്ണിന് വേണ്ടി മാറ്റങ്ങൾ ഉണ്ടാകുന്നു, മണ്ണ് പിടിച്ചെടുക്കാൻ വേണ്ടി മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഇതൊക്കെയാണ് AK ഗോപാലന്റെ കൃതികൾ. അപ്പൊ എന്റെ ഡയറി, ഞാൻ ഒരു പുതിയ ലോകം കണ്ടു, എന്റെ പൂർവകാല സ്മരണകൾ, കൊടുങ്കാറ്റിന്റെ മാറ്റൊലി, ജനം, മണ്ണിന് വേണ്ടി. ഇത്രയും പിടികിട്ടി. ഇനി 2-3 ആഡ് ഓൺ പോയിന്റ്സും കൂടി പറയുകയാണ്. 1952 അഖിലേന്ത്യാ കിസാൻ സഭയുടെ പ്രസിഡന്റായി. അഖിലേന്ത്യാ കിസാൻ സഭ. അപ്പൊ 1952 അഖിലേന്ത്യാ കിസാൻ സഭയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. 1952 അഖിലേന്ത്യാ കിസാൻ സഭയുടെ പ്രസിഡന്റായി. പാർലമെന്റ് മെമ്പറായി. 1ാം ലോക്സഭയിൽ പ്രതിപക്ഷത്തെ നയിച്ചു. അപ്പൊ പിൽക്കാലത്ത് പ്രതിപക്ഷ നേതാവ് എന്ന പദം വരുന്നു. ഇനി 1956 ഗുജറാത്ത് പ്രക്ഷോഭത്തിൽ പങ്കെടുക്കുകയും അറസ്റ്റ് വരിക്കുകയും ചെയ്തു. ഗുജറാത്ത് പ്രക്ഷോഭത്തിൽ പങ്കെടുത്തു. 1960 നമ്മൾ പറഞ്ഞിരുന്നു കാസർഗോഡ് ടു തിരുവനന്തപുരം കാൽനട ജാഥ നടത്തി എന്ന് നമ്മൾ കണ്ടു. 1960 തിരുവനന്തപുരം ടു കാസർഗോഡ് കാൽനട ജാഥ നയിച്ചത്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? കർഷക പ്രശ്നങ്ങൾ അടങ്ങുന്ന മെമ്മോറാണ്ടം, കർഷകരുടെ പ്രശ്നങ്ങൾ അടങ്ങുന്ന മെമ്മോറാണ്ടം ഗവൺമെന്റിന് സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടായി. 71 മിച്ചഭൂമി സമരത്തിൽ പങ്കെടുത്തു. മുടവൻ മുഗൾ കൊട്ടാരത്തില് സമരത്തിന് അറസ്റ്റിലായി. മുടവൻ മുഗൾ കൊട്ടാരം, ഈ സമരത്തിൽ ഇദ്ദേഹം വീണ്ടും അറസ്റ്റ് വരിക്കുന്നു. ഇനി 71 77 മാർച്ച് 22 AKG അന്തരിച്ചത്.
അപ്പോ 77 മാർച്ച് 22 AKG അന്തരിച്ചു. മാർച്ച് 22 AKG ദിനമായി ആചരിക്കുന്നു. മാർച്ച് 22 AKG ദിനം. ഇനി PSC സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. പാർലമെന്റ് മന്ദിരത്തിൽ പ്രതിമ സ്ഥാപിക്കപ്പെട്ട ആദ്യ കമ്മ്യൂണിസ്റ്റ് നേതാവ് ആരാണ്? പാർലമെന്റിൽ പ്രതിമ സ്ഥാപിച്ച ആദ്യ കമ്മ്യൂണിസ്റ്റ് നേതാവ് അത് AKG ആണ്. പാർലമെന്റിൽ പ്രതിമ വന്ന ആദ്യ കമ്മ്യൂണിസ്റ്റ് നേതാവ് AKG ആണ്. ഇനി ഉത്തരവാദ പ്രക്ഷോഭണ കാലത്ത് മലബാറിൽ നിന്ന് ജാഥ നയിച്ചെത്തിയ AKGയെ എവിടെ വെച്ച് അറസ്റ്റ് ചെയ്തു? ഉത്തരവാദ ഭരണ പ്രക്ഷോഭം മലബാറിൽ നിന്ന് ജാഥ നയിച്ചെത്തിയ AKGയെ അറസ്റ്റ് ചെയ്തത് എവിടെ വെച്ചാണ് എന്ന് PSC ചോദിച്ചു. അത് ആലുവയിൽ വെച്ചിട്ടാണ്. ആലുവയിൽ വെച്ചിട്ടാണ്. ഇനി ലോക്സഭയിലെ ആദ്യ അനൗദ്യോഗിക പ്രതിപക്ഷ നേതാവ് AK ഗോപാലനാണ്. AK ഗോപാലൻ. ഇനി CPM കേരള ഘടകത്തിന്റെ ആസ്ഥാനത്തിന് ആരുടെ സ്മരണാർത്ഥമാണ് നാമകരണം ചെയ്തിരിക്കുന്നത്? CPMന്റെ നേതാവായിരുന്നല്ലോ, AKGയുടെ പേരിലാണ് ഇതിന്റെ ഘടകം അറിയപ്പെടുന്നത്, ആസ്ഥാനം. 1952 മുതൽ 77 വരെ മരിക്കുന്നത് വരെ തുടർച്ചയായി 25 വർഷം ലോക്സഭാംഗമായ കേരളീയനാണ്. തുടർച്ച 25 വർഷം ലോക്സഭാംഗമായ കേരളീയനാണ്. AKGയുടെ ഓർമ്മയ്ക്കാണ് CPM കേന്ദ്ര കമ്മിറ്റി ആസ്ഥാനത്തിന് പേരിട്ടിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് AK ഗോപാലനെ കുറിച്ച് അറിയേണ്ട പോയിന്റുകൾ. ക്ലിയർ ആണ്? അപ്പൊ AKG എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇപ്പൊ കാര്യങ്ങളെല്ലാം പിടികിട്ടുമോ? ക്ലിയർ ആണോ? AK ഗോപാലൻ എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ. അപ്പൊ നമ്മള് ഇപ്പൊ പഠിച്ചത് AK ഗോപാലനെ കുറിച്ചാണ്. AK ഗോപാലനുമായി ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യങ്ങൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. ക്ലിയർ ആണ്? ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഒരു ചോദ്യം കൊണ്ട് ചോദിക്കാം. AKGയുടെ മെമ്മോറിയൽ കൾച്ചറൽ സെന്റർ എവിടെയാണ്? AKG മെമ്മോറിയലും കൾച്ചറൽ സെന്റർ ഇത് താലൂക്കര, മലപ്പുറത്താണ് AKGയുടെ മെമ്മോറിയലും കൾച്ചറൽ സെന്ററും. എന്നാൽ ഇദ്ദേഹത്തിന്റെ ശവകുടീരം എവിടെയാണ്? ശവകുടീരം പയ്യാമ്പലത്താണ്. കണ്ണൂരില് പയ്യാമ്പലത്താണ് ശവകുടീരം. AKG സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് 90 ഒക്ടോബർ 1-നാണ്. അതിജീവനത്തിന്റെ കനൽ വഴികളാണ് ഇദ്ദേഹത്തിന്റെ പേരിലുള്ള സിനിമ. ഷാജൻ കരുണാണ് സംവിധാനം ചെയ്തത്. AKG ആയിട്ട് വേഷമിട്ടത് ആരാണ്? P ശശികുമാറാണ്. P ശശികുമാർ. ഇനി AKGയുടെ മരണശേഷം ഡൽഹിയില് CPMന്റെ ആസ്ഥാന മന്ദിരം AKG ഭവൻ എന്ന് അറിയപ്പെടുന്നു. AKGയുടെ പ്രതിമ എവിടെയുണ്ട്? കണ്ണൂരില് AKG പ്രതിമയുണ്ട്. അപ്പോ ഭവനം കണ്ടു ന്യൂഡൽഹി, സെന്റർ കണ്ടു തിരുവനന്തപുരം, സെന്ററും കണ്ടു. മലബാർ ജാഥ നയിച്ചു കോഴിക്കോട്, തിരുവനന്തപുരം, തിരുവിതാംകൂർ. പട്ടിണി ജാഥ നയിച്ചു കണ്ണൂർ, മദ്രാസ്. കാൽനട ജാഥ 1960 കാസർഗോഡ് ടു തിരുവനന്തപുരം നയിച്ചു. ക്ലിയർ ആണ്? അപ്പോ ഇദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ കണ്ണൂരിലാണ് ജനിച്ചത്, കണ്ണൂരിലാണ് പ്രതിമയുള്ളത്, കണ്ണൂര് പയ്യാമ്പലത്താണ് ശവകുടീരമുള്ളത് എന്ന് ഓർക്കുക. മെമ്മോറിയലും കൾച്ചറലും താലൂക്കര മലപ്പുറത്താണ്. അപ്പൊ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് പാവങ്ങളുടെ പടത്തലവനാണ് എന്ന് ഓർക്കുക. ഉപ്പ് സത്യാഗ്രഹത്തിൽ അറസ്റ്റ് വരിച്ച മലയാളിയാണ് AK ഗോപാലൻ എന്ന് ഓർക്കുക. 16 വർഷത്തോളം ജയിലിലായിരുന്നു. കണ്ടിന്യൂസ് 25 വർഷം ലോക്സഭാ അംഗമായിരുന്നു. KPCCയുടെ പ്രസിഡന്റ് ആയിട്ടുണ്ട് 1934-ൽ. തിരുവണ്ണൂർ കോട്ടൺ മില്ല് സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഗുജറാത്ത് സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. പട്ടിണി ജാഥ നടത്തിയിട്ടുണ്ട്. ഇനി ആലപ്പുഴയിലെ തൊഴിലാളി സമരത്തിന് നേതൃത്വം കൊടുത്തു 1938-ല്. ആലപ്പുഴ തൊഴിലാളി സമരം. ഇനി കിസാൻ സഭയ്ക്ക് പ്രസിഡന്റ് ആയിരുന്നു. കിസാൻ സഭ. 1952 ആദ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കണ്ണൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് വിജയിച്ചത് AKG ആണ്. 1952 ആദ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചത് AKG ആണ്. AKG ആരെ പരാജയപ്പെടുത്തി?
CK ഗോവിന്ദൻ നായരെയാണ് പരാജയപ്പെടുത്തിയത്. CK ഗോവിന്ദൻ നായരെയാണ് പരാജയപ്പെടുത്തിയത്. AK ഗോപാലൻ എത്ര തവണ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്? 5 തവണ തിരഞ്ഞെടുക്കപ്പെട്ടു. അതായത് 5 × 5 25 വർഷം. 5 തവണയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. 1952 മുതൽ 77 വരെ 25 വർഷം ലോക്സഭാ അംഗമായിരുന്നു. ക്ലിയർ ആണ്? ഇനി ലോക്സഭയിലെ പ്രതിമ സ്ഥാപിച്ച ആദ്യ കമ്മ്യൂണിസ്റ്റുകാരനാണ് AK ഗോപാലൻ. തിരുവിതാംകൂർ ചരിത്രത്തിലെ പുതിയ അധ്യായം എന്ന് നിവർത്തന പ്രക്ഷോഭത്തെ വിശേഷിപ്പിച്ചത് AK ഗോപാലനാണ്. തിരുവിതാംകൂർ ചരിത്രത്തിലെ പുതിയ അധ്യായം എന്നാണ് നിവർത്തന പ്രക്ഷോഭത്തെ ഇദ്ദേഹം വിശേഷിപ്പിച്ചത്. ഇനി പട്ടിയും പൂച്ചയും നടക്കുന്ന വഴിയിലൂടെ മനുഷ്യൻ നടക്കരുതെന്ന് പറയുന്നത് കാട്ടാളത്തമാണ്. ഈ കാട്ടുനീതിയെ ജീവൻ കൊടുത്തും തിരുത്തിക്കണം. ഇങ്ങനെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ പറ്റി അഭിപ്രായപ്പെട്ടത് AK ഗോപാലനാണ്. പട്ടിയും പൂച്ചയും നടക്കുന്ന വഴിയിലൂടെ മനുഷ്യൻ നടക്കരുതെന്ന് പറയുന്നത് കാട്ടാളത്തമാണ്. ഈ കാട്ടുനീതിയെ ജീവൻ കൊടുത്തും തിരുത്തിക്കണം. ഇങ്ങനെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ കുറിച്ച് അഭിപ്രായപ്പെട്ടത് AK ഗോപാലനാണ്. അപ്പൊ AK ഗോപാലനെയാണ് ആദ്യം കരുതൽ തടങ്കൽ കാരണം പിടിച്ചു വെച്ചത്, അല്ലെ? അപ്പൊ ഏത് പ്രശ്നം കാരണമാണ് ഇദ്ദേഹത്തെ കരുതൽ തടങ്കലിൽ എടുത്തത്? AK ഗോപാലൻ VS, AKG VS, സ്റ്റേറ്റ് ഓഫ് മദ്രാസ് കേസ്. സ്റ്റേറ്റ് ഓഫ് മദ്രാസ് ഈ ഒരു കേസ് കാരണമാണ് ഇദ്ദേഹത്തിനെ കരുതൽ തടങ്കലിൽ പിടിച്ചു വെച്ചത്. 1956 ഗുജറാത്ത് പ്രക്ഷോഭത്തിൽ പങ്കെടുത്തു. അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ AKGയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട പോയിന്റുകൾ. ഇത്രയും കാര്യങ്ങൾ പിടികിട്ടി. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അയ്യങ്കാളിയെ കുറിച്ചാണ്. ആരെ കുറിച്ചാണ് പഠിക്കുന്നത്? അയ്യങ്കാളി. അയ്യങ്കാളി എന്ന് പറയുമ്പോൾ എന്തൊക്കെ പോയിന്റ്സ് ആണ് നമുക്ക് ഓർക്കേണ്ടത്? അയ്യങ്കാളി ജനിച്ചത് 1863 ഓഗസ്റ്റ് 28-ന്. 1863 ഓഗസ്റ്റ് 28-നാണ് നമ്മുടെ അയ്യങ്കാളി ജനിച്ചത്. അപ്പൊ ഈ ഓഗസ്റ്റ് 28 എന്തായിരിക്കും? അയ്യങ്കാളി ദിനമാണ്. അയ്യങ്കാളി ദിനമാണ് ഓഗസ്റ്റ് 28. അയ്യങ്കാളിയുടെ അച്ഛന്റെ പേര് എന്താണ്? പെരിങ്ങാട്ടുവിള അയ്യൻ എന്നാണ്. പെരിങ്ങാട്ടുവിള അയ്യൻ എന്നാണ് അച്ഛന്റെ പേര്. അമ്മയുടെ പേരോ? മാല എന്നാണ്. മാല എന്നാണ് അമ്മയുടെ പേര്. ഇനി ആളിക്കത്തിയ തീപ്പൊരി എന്ന് അറിയപ്പെടുന്ന വ്യക്തിയാണ്. ആളിക്കത്തിയ തീപ്പൊരി എന്ന് അറിയപ്പെടുന്നു. ക്ലിയർ ആണ്? ആളിക്കത്തിയ തീപ്പൊരി. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചു 1907-ലാണ്. അയ്യോ, സാധുക്കൾ എന്നോർത്തു വെച്ചാൽ മതി. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചു. ഈ സാധുജന പരിപാലന സംഘത്തിന്റെ പേര് പുലയ മഹാസഭ എന്നാക്കിയത് 1938-ലാണ്. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചു. ഈ സാധുജന പരിപാലന സംഘത്തിന്റെ പേര് പുലയ മഹാസഭ എന്നാക്കിയത് 1938-ലാണ്. ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യ ഹരിജന. ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിട്ടുള്ള ആദ്യ ഹരിജനാണ്. അപ്പൊ നമ്മുടെ ഈ ശ്രീമൂലം പ്രജാസഭയിൽ 28 വർഷമാണ് തുടർച്ചയായിട്ട് ഇദ്ദേഹം അംഗമായത്. സാധുജന പരിപാലന സംഘം ഇദ്ദേഹം സ്ഥാപിച്ചു 1907-ല്. അതിന്റെ മുഖപത്രമാണ് സാധുജന പരിപാലിനി. അയ്യങ്കാളി 1863 ഓഗസ്റ്റ് 28-ന് ജനിച്ചു. ഓഗസ്റ്റ് 28 അയ്യങ്കാളി ദിനമാണ്. അച്ഛന്റെ പേര് പെരിങ്ങാട്ടുവിള അയ്യൻ, അമ്മയുടെ പേര് മാല. ആളിക്കത്തിയ തീപ്പൊരി എന്ന് അറിയപ്പെടുന്നു. സാധുജന പരിപാലന സംഘം 1907-ൽ സ്ഥാപിച്ചു. അതിന്റെ പേര് പുലയ മഹാസഭ എന്ന് 1938-ൽ ആക്കി. സാധുജന പരിപാലനയാണ് ഇതിന്റെ മുഖപത്രം. ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യ ഹരിജനാണ്. തുടർച്ചയായി 28 വർഷമാണ് ഇദ്ദേഹം ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായത്. അപ്പൊ ഈ സാധുജന പരിപാലിനി ഇതിന്റെ മുഖ്യ പത്രാധിപർ ചെമ്പന്തറ കാളിച്ചൂരി കറുപ്പനാണ്. ചെമ്പന്തറ കാളിച്ചൂരി കറുപ്പൻ. ഇനി ഇന്ത്യയിലെ ആദ്യ ദളിത് പത്രം സാധുജന പരിപാലിനിയാണ്. അയ്യങ്കാളി തുടർച്ചയായി 28 വർഷമായി. ആദ്യമായി അംഗമായ ഹരിജനാണ്. ഏത് വർഷം എന്ന് കേരള PSCയുടെ സ്ഥിരം ചോദ്യമാണ്. 1911-ലാണ് നമ്മുടെ അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായത്. 2-1-11 വെരി ഇമ്പോർട്ടന്റ്.
ഇനി 90-ാം ആണ്ട് ലഹള, പുലയ ലഹള, ഊരൂട്ടമ്പലത്തിൽ നടന്നുകൊണ്ട് ഊരൂട്ടമ്പല ലഹള, എല്ലാം ഒരു പേരാ. എന്തൊക്കെ പേരുകളുണ്ട്? 90-ാം ആണ്ട് ലഹള എന്നൊരു പേരുണ്ട്, ഊരൂട്ടമ്പല ലഹള എന്നൊരു പേരുണ്ട്, പുലയ ലഹള എന്ന മറ്റൊരു പേരുമുണ്ട്. അപ്പോ 90-ാം ആണ്ട് ലഹള, പുലയ ലഹള, ഊരൂട്ടമ്പല ലഹള ഇത് നടത്തിയത് ആരാണ്? ഇത് നടത്തിയത് നമ്മുടെ അയ്യങ്കാളിയാണ്. 1915 ഊരൂട്ടമ്പൽ ലഹള, 90-ാം ആണ്ട് ലഹള, പുലയ ലഹള ഇത് നടക്കുന്നത്. ക്ലിയർ ആണ്? ഇത് നടക്കുന്നത് 1915. ഇനി 1915 എന്ന വർഷത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. കല്ലുമാല സമരം അല്ലെങ്കിൽ പെരിനാട് ലഹള നടന്നു. 15 തന്നെ അയ്യങ്കാളി നടത്തിയ രണ്ട് പ്രധാനപ്പെട്ട പ്രക്ഷോഭങ്ങളാണ്. ഒന്ന് 1915 നടന്ന കല്ലുമാല സമരം അല്ലെങ്കിൽ പെരിനാട് ലഹള. കൊല്ലം ജില്ലയിലെ പെരിനാട് എന്ന സ്ഥലത്താണ്. സവർണ ജാതിയിൽപ്പെട്ടവർക്ക് മാത്രമാണ് സ്വർണം, വെള്ളി ആഭരണങ്ങൾ. താഴ്ന്ന ജാതിയിൽപ്പെട്ടവര് കല്ലുകൊണ്ടുള്ള ആഭരണങ്ങളാണ് ധരിച്ചിരുന്നത്. അപ്പോ ഇവരുടെ വസ്ത്രധാരണം അല്ലെങ്കിൽ ആഭരണം ഇതൊക്കെ നോക്കുമ്പോൾ തന്നെ താഴ്ന്നത് ഉയർന്നവര് എന്ന് തിരിച്ചറിയാൻ പറ്റുന്നു. അപ്പൊ ഇതിനെതിരെ ശക്തമായി അയ്യങ്കാളി പോരാടി. ഇവിടെ ആര്യവള്ളം എന്ന വനിതയും പങ്കെടുത്തു. അപ്പൊ ജനങ്ങൾ എന്ത് ചെയ്തു? വലിച്ചെറിഞ്ഞു. ഒരു കൂമ്പാരം, വലിയ മല പോലെ ഇവരുടെ ആഭരണങ്ങൾ കെട്ടി വന്നു. അങ്ങനെ അവിടുത്തെ മഹാരാജാവ് പറഞ്ഞു, ഇനി നിങ്ങൾക്ക് ഏതു തരത്തിലുള്ള ആഭരണവും ധരിക്കാം എന്ന അവകാശം നേടിയെടുത്തു. ഇതാണ് പെരുന്നാട് ലഹള. ഇനി 1915 നടന്ന ഊരൂട്ടമ്പല ലഹള, മറ്റൊരു പേര് പുലയ ലഹള, വേറൊരു പേര് 90-ാം ആണ്ട് ലഹള. മലയാള മാസം 90-ാം മാസത്തിൽ 10/90 നടന്ന ലഹളയാണിത്. പുലയ ലഹള എന്ന് അറിയപ്പെടുന്നു. അപ്പൊ അയ്യങ്കാളിയെ പുലയരുടെ രാജ എന്നറിയപ്പെടുന്നുണ്ട്. പുലയരുടെ രാജ, ആളിക്കത്തിയ തീപ്പൊരി, ഇങ്ങനെയൊക്കെ അറിയപ്പെടും. അപ്പൊ അയ്യങ്കാളിയെ പുലയരുടെ രാജ എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. ഗാന്ധിജിയാണ് ഇങ്ങനെ വിളിച്ചത്. അപ്പോ കർഷക തൊഴിലാളി, തിരുവിതാംകൂറിൽ കർഷക തൊഴിലാളികളുടെ ആദ്യ പണിമുടക്ക് സമരം നയിച്ചതും അയ്യങ്കാളിയാണ്. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി നേതാവ് എന്നറിയപ്പെടുന്നത് നമ്മുടെ അയ്യങ്കാളിയാണ്. ഇന്ത്യയുടെ ആദ്യത്തെ തൊഴിലാളി നേതാവ്. കർഷകർക്ക് വേണ്ടി എന്ത് ചെയ്തു? ആദ്യ പണിമുടക്ക് സമരം നയിച്ചു. ഇനി ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ഇന്ദിരാഗാന്ധിയാണ്. ഇന്ത്യയുടെ മഹാനായ പുത്രൻ. പ്രതിമ സ്ഥാപിക്കാൻ വന്നു. അപ്പോഴാണ് അയ്യങ്കാളിയുടെ പ്രതിമ തിരുവനന്തപുരത്ത് അനാച്ഛാദനം ചെയ്തത് ഇന്ദിരാഗാന്ധിയാണ്. ഈ പ്രതിമയുടെ ശില്പി ഇസ്ര ഡേവിഡ് ആണ്. ഈ പ്രതിമ സ്ഥാപിക്കാൻ വന്നപ്പോഴാണ് ഇന്ത്യയുടെ മഹാനായ പുത്രനാണ് അയ്യങ്കാളി എന്ന് വിശേഷിപ്പിച്ചത്. ഇനി ഇന്ത്യയിലെ ആദ്യ കമ്മ്യൂണിസ്റ്റുകാരനാണ് അയ്യങ്കാളി എന്ന് നമ്മുടെ E.K. നയനാർ അഭിപ്രായപ്പെട്ടു. ആദ്യ കാർഷിക സമരമൊക്കെ നടത്തി. അതുകൊണ്ട് ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്ന് അറിയപ്പെട്ടു. പിന്നോക്ക ജാതിയിൽപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി അയ്യങ്കാളി കുടിപ്പള്ളിക്കൂടം സ്ഥാപിച്ചു. വെങ്ങാനൂരിലാണ്. അപ്പൊ കുട്ടികളെ പഠിപ്പിക്കുന്നില്ല. പഞ്ചമി എന്ന ദളിത് വനിതയെ കൊണ്ടുവന്നപ്പോൾ പഠിപ്പിച്ചില്ല. ഇതിനെ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇദ്ദേഹം പിന്നോക്ക ജാതിയിൽപ്പെട്ട കുട്ടികൾക്ക് കുടിപ്പള്ളിക്കൂടം സ്ഥാപിച്ചു. സർക്കാർ സ്കൂളിൽ പഠിക്കാൻ സൗകര്യം നൽകി പിന്നോക്ക ജാതിയിൽപ്പെട്ട പെൺകുട്ടികൾക്ക്. അത് ശ്രീമൂലം തിരുനാളാണ്. ശ്രീമൂലം തിരുനാൾ. അപ്പൊ ഞാനിതാ പുലയ ശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞത് അയ്യങ്കാളിയാണ്. ഞാനിതാ പുലയ ശിവനെ പ്രതിഷ്ഠിക്കുന്നു. അയ്യങ്കാളി ഗാന്ധിജിയെ കണ്ടുമുട്ടി 1937 ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി ഇവിടെ വന്നപ്പോഴാണ് അയ്യങ്കാളിയെ കണ്ടത്. അയ്യങ്കാളി 41 ജൂൺ 18 മരണമടഞ്ഞു. 41 മരിച്ചു. എന്താണ് കല്ലുമാല സമരം? നമ്മൾ പറഞ്ഞു. കല്ലുമാല പ്രക്ഷോഭ നേതാവ് അയ്യങ്കാളി. 15 പെരിനാട് കൊല്ലം, പെരിനാട് ലഹള, കല്ലുമാല സമരം ഇങ്ങനെയൊക്കെ അറിയപ്പെടുന്നു. ഇനി ഇദ്ദേഹം നടത്തിയ മറ്റൊരു പ്രക്ഷോഭമാണ് വില്ലുവണ്ടി സമരം. പെരിനാട് ലഹള ഓർക്കണം, പുലയ ലഹള ഓർക്കണം, പിന്നെ നമുക്ക് ഓർക്കേണ്ടത് വില്ലുവണ്ടി സമരമാണ്. 3 പ്രക്ഷോഭങ്ങളാണ് മെയിൻ ആയിട്ട് ഓർക്കേണ്ടത്. പിന്നെ സാധുജന പരിപാലന സംഘം, പുലയ ശിവനെ പ്രതിഷ്ഠിക്കുന്നു, സ്കൂളുകൾ സ്ഥാപിച്ചു, ഇതൊക്കെ ഓർക്കുക. പൊതുവഴിയിലൂടെ താഴ്ന്ന ജാതിക്കാർക്ക് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി അയ്യങ്കാളി നടത്തിയതാണ് വില്ലുവണ്ടി സമരം. വെങ്ങാനൂർ എന്ന സ്ഥലം മുതൽ കവടിയാർ കൊട്ടാരം വരെയായിരുന്നു വില്ലുവണ്ടി സമരം നടത്തിയത്. അപ്പോ വില്ലുവണ്ടി സമരം നടത്തിയത് വെങ്ങാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെയായിരുന്നു. ഏത് വർഷം എന്ന് PS ചോദിക്കാറുണ്ട്. 1893 1893 വില്ലുവണ്ടി സമരം നടന്നത്.
1893 വില്ലുവണ്ടി സമരം നടന്നത്. അപ്പോ 1912 നെടുമങ്ങാട് ചന്തകലാപത്തിന് നേതൃത്വം കൊടുത്തത് അയ്യങ്കാളിയാണ്. 12 നെടുമങ്ങാട് ചന്ത ലഹളയ്ക്ക് നേതൃത്വം കൊടുത്തത്, ചന്തകലാപത്തിന് നേതൃത്വം കൊടുത്തത് അയ്യങ്കാളിയാണ്. ഇനി അയ്യങ്കാളി സ്മാരകം സ്ഥിതി ചെയ്യുന്നത്, വെങ്ങാനൂരിലാണ്, ചിത്രകൂടത്തിലാണ്. ചിത്രകൂടം വെങ്ങാനൂരിലാണ് അയ്യങ്കാളിയുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ചത് 2010. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ചത് 2010. ഇനി അയ്യങ്കാളി എ ദളിത് ലീഡർ ഓഫ് ഓർഗാനിക് പ്രൊട്ടസ്റ്റ്, ഈ കൃതി രചിച്ചത് എം നിസാറും മീന കന്ദസ്വാമിയുമാണ്. അയ്യങ്കാളി എ ദളിത് ലീഡർ ഓഫ് ഓർഗാനിക് പ്രൊട്ടസ്റ്റ് എന്ന കൃതി രചിച്ചത്. അപ്പൊ അയ്യങ്കാളിയെ കുറിച്ച് പറയുമ്പോൾ എന്തൊക്കെ ഓർക്കണം? ആളിക്കത്തിയ തീപ്പൊരി, പുലയ രാജ, ഇന്ത്യയുടെ മഹാനായ പുത്രൻ, ഇന്ത്യയിലെ ആദ്യ കമ്മ്യൂണിസ്റ്റുകാരൻ, ഇങ്ങനെ ഇതൊക്കെ ഓർക്കുക. ഇനി ഇദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളോ: പുലയ ലഹള, ഊരുട്ടമ്പല ലഹള, 90-ാം ആണ്ട് ലഹള 1915. ഇനി 1915 പെരിനാട് ലഹള, കല്ലുമാല സമരം, വില്ലുവണ്ടി സമരം 1993, വെങ്ങാനൂർ ടു കവടിയാർ കൊട്ടാരം, താഴ്ന്ന ജാതിക്കാർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം പൊതുവഴിയിലൂടെ 1993. ഇനി ഇദ്ദേഹം നെടുമങ്ങാട് ചന്ത കലാപത്തിന് നേതൃത്വം കൊടുത്തത് 1912. ഇനി ഇദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ ഞാനിതാ പുലയ ശിവനെ പ്രതിഷ്ഠിക്കുന്നു, കുടിപ്പള്ളിക്കൂടം 1905 സ്ഥാപിച്ചു, പിന്നെ ഗാന്ധിജി 1937 കണ്ടു, ശ്രീമൂലം പ്രജാസഭയിൽ 1911 അംഗമായി, 28 വർഷം അംഗമായിരുന്നു, സാധുജന പരിപാലന സംഘം, സാധുജന പരിപാലിനി, അതൊക്കെ നമ്മൾ ഓർത്തു. ക്ലിയർ ആണ്? അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഓർക്കേണ്ടതായിട്ടുള്ളത്. അയ്യങ്കാളിയുടെ പ്രതിമ സ്ഥാപിച്ചത് ഇന്ദിരാഗാന്ധിയാണ്. അപ്പോ സ്മാരകം ചിത്രകൂടം വെങ്ങാനൂരിലാണ്. നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് അയ്യങ്കാളി എന്നും ഗ്രാമ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് ഗാന്ധിജിയുടെ പേരിലുമാണ്. അയ്യങ്കാളിയെ ദളിത് ലീഡർ ഓഫ് ഓർഗാനിക് പ്രൊട്ടസ്റ്റ് എന്ന കൃതി രചിച്ചത് എം നിസാറും മീന കന്ദസ്വാമിയുമാണ്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ പേരിലുള്ള സ്റ്റാമ്പ് പുറത്തിറങ്ങുന്നത് 2002 ഓഗസ്റ്റ് 12. അപ്പൊ ഇത്രയും പോയിന്റുകൾ മനസ്സിലായോ? എല്ലാവർക്കും പിടികിട്ടി? അപ്പൊ ഞാൻ ഒന്നും കൂടെ പെട്ടെന്നൊന്ന് പറയുകയാണ്. ഇതിൽ ആദ്യ കർഷക പണിമുടക്ക് നടത്തിയത് അയ്യങ്കാളി. ജനിച്ച സ്ഥലം തിരുവനന്തപുരത്താണ്, വെങ്ങാനൂരിലാണ്, പെരുങ്കാട്ട് വിളയിലാണ്. ഇനി അയ്യങ്കാളി സ്കൂൾ സ്ഥാപിച്ചത് എവിടെയാണ്? പിന്നോക്ക ജാതിയിൽപ്പെട്ടവർക്ക് വേണ്ടി വെങ്ങാനൂരിലാണ്. ഇനി അയ്യങ്കാളി ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയത് ബാലരാമപുരത്ത് വെച്ചിട്ടാണ്. ഈ നെടുമങ്ങാട് ചന്തലഹളയിൽ 2012 പുലയ മഹാസഭ എന്ന സാധുജന പരിപാലന സംഘത്തിന്റെ പേര് മാറ്റിയത് 1938. ഇനി കേരള പട്ടികജാതി പട്ടികവർഗ കോർപ്പറേഷന്റെ ആസ്ഥാനം അയ്യങ്കാളി ഭവനാണ്, തൃശ്ശൂരിലാണ്. കേരള പട്ടികജാതി പട്ടികവർഗ കോർപ്പറേഷന്റെ ആസ്ഥാനം അയ്യങ്കാളി ഭവനാണ്, തൃശ്ശൂരിലാണ്. ഇനി ശ്രീമൂലം പ്രജാസഭയിൽ ഇദ്ദേഹം 1911 അംഗമായത്. അത് എപ്പോഴും PSC ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ക്ലിയർ ആണ്? അപ്പൊ ഇത്രയും പോയിന്റുകൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ നമ്മൾ പഠിച്ചത് അയ്യങ്കാളിയെ കുറിച്ചാണ്. നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. ക്ലിയർ ആണ്? എല്ലാവർക്കും മനസ്സിലായി? ഡൗട്ട് ഇല്ലല്ലോ? അപ്പോ നമുക്ക് അയ്യങ്കാളിയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പഠിച്ചു. അതുപോലെ നമ്മൾ പഠിച്ച മറ്റൊരു ആളാരാണ്? ഇത്തിരി മുമ്പ് നമ്മൾ പഠിച്ചത് AK ഗോപാലനെ കുറിച്ചാണ്. അപ്പൊ 1941 ജൂൺ 18 അയ്യങ്കാളി അന്തരിക്കുന്നത്. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു സോ മച്ച്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ.